ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലപ്പള്ളി ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വൈറലായിട്ടുള്ള ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മൊത്തം ഇത് തന്നെയാണ്. അപ്പോൾ കായിക വകുപ്പ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്, കിക്ക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളിവിടെ മന്ത്രി വന്നിട്ട്, കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സാർ വന്നിട്ട് ക്രിക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. കേരളത്തിന്റെ പ്രകൃതിയാണ് അതിൽ നമ്മൾ ഒപ്പിയെടുക്കുന്നത്. ഒരു ഏരിയയിലോ കണ്ടാലേ ലോകത്തിൽ തന്നെ ഇത്തരത്തിൽ മറ്റൊരു കൾച്ചറില്ല തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കളികൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള കളികളും കാണുമ്പോൾ അവിടുത്തെ യുവാക്കളെ കാണാനും അവരോട് സംവദിക്കാനും കളികൾ പ്രോത്സാഹിപ്പിക്കാനെന്ന ഒരു നയമാണ് നമ്മളെടുത്തത്. കേരളത്തിൽ ഇപ്പോൾ ഉടനീളം നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള 100ഓളം കളിസ്ഥലങ്ങൾ ഞങ്ങൾ പോയി. വലിയ സ്വീകാര്യതയാണ്. ജനങ്ങൾ എങ്ങനെയാണ് സ്പോർട്സിനെ സ്വീകരിക്കുന്നത്, കായിക പ്രവർത്തനങ്ങളിൽ എങ്ങനെ പങ്കാളികളാവുന്നത് നേർചിത്രം നാൾ കാണാം. ഇപ്പോൾ നോക്കി ഗ്രാമത്തിൽ ഇത്ര സുന്ദരമായൊരു സ്ഥലം. ഇതെല്ലാമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, നമ്മളും ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് ലഹരി നമുക്ക് വെല്ലണം, ലഹരിയെ ചെറുക്കാൻ ഇത്തരം കളിക്കളങ്ങൾ സജീവമാക്കുക, അവിടെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. അതാണ് കായിക വകുപ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. അതെല്ലാ സ്ഥലങ്ങളിലും നടപ്പിലാക്കും. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ ഒരു തൃശ്ശൂരിലെ പാലപ്പള്ളിയിലെ ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണ്. എല്ലാരും വാഴ്ത്തി പാടുന്നത് ഏറ്റവും മനോഹരമായ ഗ്രൗണ്ട് എന്നൊക്കെയാണ്. ആണല്ലോ. ഹാരിസൺ കമ്പനിയുടെ മാനേജർ ഇവിടെ അദ്ദേഹം പറയായിരുന്നു, ഇവിടെ ആർക്കും വന്ന് കളിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പൂർണ്ണമായി സമ്മതമാണ്. ഇനി കൂടുതൽ മത്സരങ്ങൾ മൈതാനത്ത് വെച്ച് നടത്തുന്ന പ്രതീക്ഷിക്കാം. നമ്മളൊരു കായിക കേരളം പദ്ധതി വരുന്നു. ധാരാളത്തിന്റെ ഗ്രൗണ്ടാണെന്ന് ഈ സന്തോഷത്തിനൊക്കെ നിങ്ങൾ എല്ലാവരെയും ഈ ഉറവിൽ കണ്ടെത്താൻ സന്തോഷമുണ്ട്. ജീവനക്കാർ പങ്കുചേരും. നിങ്ങൾ എല്ലാവരും കായിക രംഗത്ത് യുവജനങ്ങൾ കൂടുതലായി എത്തണം. കാരണം കായികക്ഷമതയോടൊപ്പം തന്നെ നമ്മൾ കളിക്കളങ്ങളിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിൽ ജയവും തോൽവിയും ഉണ്ടാവും. അപ്പോൾ തോൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിന് ഏറ്റവും നല്ല പാഠങ്ങൾ നൽകുന്ന ഒരിടമാണ് കളിക്കളങ്ങൾ. അപ്പോൾ കളിക്കളങ്ങളിലേക്ക് ധാരാളം എല്ലാവരും എത്തണം. ഇഷ്ടമുള്ള കളികൾ ഏതാണെങ്കിലും അത് തിരഞ്ഞെടുത്തായി കളിക്കുക. അതാണ് ഇതിൽ പറയാം. താങ്ക്സ് സാർ.
സജീവമാക്കുക എന്നതാണ് കായിക ഉദ്ദേശം. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ഈ ഗ്രൗണ്ട് എങ്ങനത്തെ ഒരു പ്രശസ്തിയായത്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് കളി തുടങ്ങിയത്? ക്രിക്കറ്റ് കളി ഇവിടെ തുടങ്ങുന്നത് 94-95 ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ഇവിടെ. അതിവിടെ സുനിൽ സാർ എന്ന് പറഞ്ഞ ആൾ മാനേജറായി വന്നിട്ട് അവരാണ് ഇവിടെ ക്രിക്കറ്റ് കൊണ്ടുവരുന്നത്. അവരും കുറച്ച് സ്റ്റാഫുകളും ചേർന്നാണ് ഇവിടെ കളിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ അവർക്ക് ആളെ തികയാതെ വന്നപ്പോഴുള്ള ഇവിടെ നമ്മുടെ ചെമ്മിനി എസ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള സ്റ്റാഫുകൾ വന്ന് ടീമാക്കി കളി തുടങ്ങിയതാണ് ഇവിടെ. അന്ന് ഞാനൊക്കെ ചെറുതാണ്, ഞാൻ ഇവിടെ വന്നിരുന്ന് കളി കാണുന്ന വ്യക്തികളാണ്. അതിനുശേഷം പിന്നെ അവർ നമ്മളെയൊക്കെ വിളിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് കളിക്കുമ്പോൾ അന്ന് ടെന്നീസൊന്നുമില്ല, അന്ന് കോർക്ക് ബോൾ സ്റ്റിച്ച് ബോളുമില്ലായിരുന്നു കളി. ആ കളി പിന്നെ ഈ സ്റ്റാഫുകളിൽ നിന്ന് എസ്റ്റേറ്റ് മേഖലയിലുള്ള കുട്ടികളിലേക്ക് എത്തിയപ്പോൾ ഇതിൻ്റെ മറ്റ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് ടെന്നീസിലേക്ക് എല്ലാവരും ഇത് ചേഞ്ച് ചെയ്ത് ടെന്നീസാക്കിയതാണ്. മാത്രമല്ല നമുക്കിതിനിപ്പോൾ പഞ്ചായത്തിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നൊന്നും ഒരു സഹായവും ഇന്നോളം കിട്ടിയിട്ടില്ല, നാളെ കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഇതിൽ നിന്നുകൊണ്ട് ഇവിടെ കളി വെച്ച് അങ്ങനെ പുരോഗമിച്ച് വന്നതാണ് ഈ കളി. അപ്പോൾ മഴ സീസണായാൽ ഇവിടെ തീരെ നമുക്ക് കളിക്കാൻ കഴിയില്ല, കാരണം ഇവിടെയൊക്കെ വെള്ളം കയറി ആകെ മൂടപ്പെടുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരുപാട് പഞ്ചായത്തിലായാലും പല സ്ഥലത്തും നമ്മൾ അതിനൊക്കെ അപേക്ഷയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിരുന്നു. അതൊന്നും ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇത് ഇന്നോളം. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് മന്ത്രി വന്നതോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. മന്ത്രി പഞ്ചായത്തിനോട് സ്ഥലം എവിടെ കണ്ടെത്തി നൽകിയാൽ നമുക്കത് പഞ്ചായത്ത് മേഖലയിലുള്ള എല്ലാ 22 പഞ്ചായത്തിലെ മെമ്പേഴ്സിനും കളിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഗ്രൗണ്ട് സജ്ജീകരിച്ച് തരാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തുടങ്ങി ഇന്നോളം ഇവിടെ കളി തുടർന്നു വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഫുട്ബോളാണ് മെയിനായിട്ട് നിന്നിരുന്നത്. അതാണ് ക്രിക്കറ്റ് ഇത്രയും ഡൗണായി പോകാൻ കാരണം.